ഹലോ എവരി വൺ, വെൽക്കം ടു ഐലേൺ IAS സിഗ്നേച്ചർ ഡെയിലി ന്യൂസ് അനാലിസിസ് IDN. നമ്മൾ ഇന്ന് മെയ് 21 ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നോക്കുന്നത്. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ 5 ആർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ട്. ഓരോന്ന് ആദ്യം ബ്രീഫായി നോക്കിയ ശേഷം നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എഡിറ്റോറിയൽ വരുന്നത്. ഓക്കെ, അതിൽ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ പ്രധാനമന്ത്രി യൂറോപ്യൻ നേഷൻസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെസ്റ്റിൽ ഇന്ത്യ യൂറോപ്പ് ആ ഒരു ഫോറിൻ പോളിസിയിലെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, ആ ഒരു ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ ഡിഫൻസ് ടെക്നോളജിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഡ്രോൺ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ആ ഒരു കോണ്ടെസ്റ്റിൽ ഡ്രോണിൻ്റെ ഇമ്പോർട്ടൻസ് അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് അതൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമ്മുടെ ഇവിടെ സുപ്രീം കോർട്ട് ആ ഒരു ഓറൽ റിമാർക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി കോക്രോച്ച് പാരസൈറ്റ് വിളികളൊക്കെ ഒരുപാട് ന്യൂസുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു കോണ്ടെസ്റ്റിൽ എന്താണ് അവിടെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു ജുഡീഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ അത് സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമ്മുടെ ന്യൂക്ലിയർ എനർജി ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ആക്ച്വലി തോറിയത്തിൻ്റെ അബണ്ടൻസ്, ആ ഒരു സ്റ്റോറേജ് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് തോറിയം റിസർവ്സ് ഉണ്ട്. അതിൻ്റെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ബെറ്ററായിട്ട് ന്യൂക്ലിയർ എനർജി ആ ഒരു പ്രൊഡക്ഷൻ്റെ കേസിൽ വരുമ്പോൾ അവിടെയാണ് ആ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി ലാസ്റ്റ് ഇപ്പം റീസെൻ്റ്ലി സെൻസസ് വരാൻ പോകും 2027. ഓക്കെ, അവിടെ ആക്ച്വലി നമ്മുടെ കാസ്റ്റ് സെൻസസുകൾ എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോകണം. അത് അതെന്തായാലും 2011 വരെ കാസ്റ്റ് സെൻസസ് ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് രീതിയിൽ, SC ST ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് എന്തായാലും 2027 കാസ്റ്റ് സെൻസസുകളായിട്ട് മുമ്പോട്ട് പോകേണ്ടത് തന്നെ സുപ്രീം കോർട്ട് ഉറച്ചു വെക്കുന്ന മുമ്പോട്ട് പോവുക ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്ഡേറ്റുകളോട് സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഓരോ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എഡിറ്റോറിയൽ വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ IR ബൈലാറ്ററൽ ഗ്രൂപ്പിംഗ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, യൂറോപ്പ് ഷിഫ്റ്റ് ടു സെൻറ്റർ ഓഫ് ഡൽഹീസ് ഫ്രെയിം ഈസ് വെൽക്കം. ഓക്കെ, ഇത് കണ്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ PM മോദിസ് ടൂർ ഓഫ് നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി ഷോസ് യൂറോപ്സ് റൈസ് ഇൻ ഇന്ത്യാസ് ഫോറിൻ പോളിസി ഇമാജിനേഷൻ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ മുമ്പ് കാലത്ത് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ഫോറിൻ പോളിസി നോക്കുമ്പോഴാണെങ്കിൽ ആകെ ബേസിക്കലി സോവിയറ്റ് യൂണിയൻ ഒക്കെ നമ്മൾ ആദ്യം നിലനിന്നുണ്ടായത് ആ സൈഡിലായിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ US അവർ തമ്മിൽ ഇഷ്യൂസ്, ഇപ്പോൾ അതിൽ സോവിയറ്റ് യൂണിയൻ റഷ്യ, അല്ലെങ്കിൽ റഷ്യ ഓർ ലൈക്ക് US അവർ നോക്കുമ്പോൾ അവർ തമ്മിൽ മാനേജ് ചെയ്യുക. പിന്നെ ബാക്കി ആ ഒരു ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങളിലെ ഒരു ഡീകോളനൈസേഷൻ്റെ പാർട്ടായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് കാര്യങ്ങൾ, നോൺ അലൈൻമെൻറ്റ്, ആ രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയും നമ്മുടെ ഒരു ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ എന്താ സംഭവിച്ചാൽ യൂറോപ്പ് എന്നുള്ളത് ആക്ച്വലി ഒരു സെക്കൻഡറി ഒരു പ്രയോറിറ്റി മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായുള്ളൂ ആ സമയങ്ങളിൽ. ഓക്കെ, പിന്നെ മാത്രമല്ല വെച്ചാൽ സോവിയറ്റിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴാണെങ്കിലും യൂറോപ്പ് എന്നുള്ളത് ആക്ച്വലി വെസ്റ്റ് ആ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ യൂറോപ്പിന് അങ്ങനെ രീതിയിലേക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഇപ്പോഴാണ് നമ്മൾ ആ ഒരു രീതിയിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ആ നമ്മളൊരു ഒരു പെരിഫറി ലെവലിൽ നിന്ന് മാറിക്കൊണ്ട് യൂറോപ്പിനെ പ്രൊമിനൻസ് കൊടുത്ത് മുമ്പോട്ട് പോവുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു എഡിറ്റോറിയലിൻ്റെ കണ്ടസ്റ്റിൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഇത് കൊടുക്കാനുള്ള കാരണം. ഓക്കെ, അതുകൊണ്ടാണ് യൂറോപ്പ് ഷിഫ്റ്റ് ടു സെൻറ്റർ ഓഫ് ഡൽഹീസ് ഫ്രെയിം ഈസ് വെൽക്കം. ഓക്കെ, വെൽക്കമിങ് ആണ്, അതാണ് ഇവിടെ എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നതും. ഇവിടെ എന്താ പറയുന്നത്, നരേന്ദ്രമോദി ട്രിപ്പ് ടു നെതർലാൻഡ്സ് സ്വീഡൻ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ത്രൂ ഔട്ട് ദ കോൾഡ് വാർ ഇന്ത്യാസ് അപ്രോച്ച് ടു യൂറോപ്പ് വാസ് ഷേപ്ഡ് ലാർജ്ലി ബൈ ക്ലോസ്ലി എക്കണോമിക് ആൻഡ് ഡിഫൻസ് ടൈസ് വിത്ത് സോവിയറ്റ് യൂണിയൻ ആൻഡ് റൈവൽറി വിത്ത് ദ വെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ആ ഒരു റൈവൽറി വിത്ത് വെസ്റ്റ് ആ ഒരു ഇതിലൊക്കെ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ്റെ യൂറോപ്പിനായിട്ട് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ അവിടെ നിന്ന് മാറ്റം വന്നുകൊണ്ട് മുമ്പോട്ട് പോയത്. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ആ കോൾഡ് വാർ ലെഗസി നോക്കി നമ്മൾ മുമ്പോട്ട് പോയി. ഓക്കെ, ആദ്യം വൺസ് പെരിഫറൽ ആസ് ഇന്ത്യ ലീൻ USSR ആ ഒരു ഇത് മുമ്പോട്ട് തന്നെ, പക്ഷെങ്കിൽ അവിടുന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാറ്റങ്ങളുടെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. കാറ്റലിസ്റ്റ് ആയാലും അഗ്രിമെന്റ്സ് ഒന്ന് വെച്ചാൽ ഇന്ത്യ EFTA ട്രേഡ് പാക്ട് 2024 ആക്ച്വലി വെച്ചാൽ സ്വിറ്റ്സർലാൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലെസ്റ്റൻസ്റ്റൈൻ പറഞ്ഞുകൊണ്ടും ഇന്ത്യ ആ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നോൺ യൂറോപ്യൻ യൂണിയനിൽ വരുന്ന നാഷൻസ് ആയിരുന്നു. ഈ സ്വിറ്റ്സർലാൻഡ്, നോർവേ, ഐസ്ലൻഡ് ഒക്കെ വരുന്ന രാജ്യങ്ങൾ. ഓക്കെ, അത് 2024 എടുത്ത അഗ്രിമെന്റ് ആണ്. പക്ഷേ പിന്നീട് അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിൽ ഇന്ത്യ EU FTA ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് 2026. ഓക്കെ, അത് വന്നപ്പോൾ ഓപ്പൺ ടു മാർക്കറ്റ്സ്, ടെക് ആൻഡ് ഗ്രീൻ എനർജി ആക്സസ്. ഓക്കെ, ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് യൂറോപ്പും ഇന്ത്യയും റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇന്ത്യ EU FTA സൈൻഡ് ജനുവരി ദിസ് ഇയർ ഫോളോയിങ് ദ 2024 ഇന്ത്യ EFTA അഗ്രിമെന്റ്. ഓക്കെ, അത് ആക്ച്വലി വലിയൊരു നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ, ദിസ് ഷിഫ്റ്റ് കംസ് അറ്റ് ദ ടൈം വെൻ ട്രഡീഷണൽ അലൈൻമെന്റ്സ് ആർ അണ്ടർ ഗ്രോയിങ് സ്ട്രെയിൻ. ഓക്കെ, ഇപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അൺപ്രഡിക്റ്റബിൾ അമേരിക്കൻ പ്രസിഡന്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രംപ് ആണെങ്കിൽ ആക്ച്വലി
പല രീതിയിലും അൺപ്രഡിക്റ്റബിളായി മാറുന്നുണ്ടല്ലോ. താരിഫ് റിഡക്ഷൻസ്, ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ ആ ഒരു ഗ്രീൻലാൻഡിലേക്ക് ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള ആളുടെ പെരുമാറ്റം, ലൈക്ക് ബിഹേവിയർ, പല ചേഞ്ചസുകളാണെങ്കിൽ തന്നെ ആ രീതിയിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആക്ച്വലി പല രാജ്യങ്ങൾക്ക് പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവാം, സ്റ്റേബിളായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെങ്കിൽ അവിടെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ എന്താ പറയുക വോളറ്റൈലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി എന്താ അൺപ്രഡിക്റ്റബിൾ അമേരിക്കൻ പ്രസിഡന്റ്, പിന്നെ എന്താ എവർ ഡീപ്പനിങ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യാസ് അല്ലെ റഷ്യ ആൻഡ് കോമ്പറ്റീറ്റർ ചൈന. ഓക്കെ, അതുണ്ട്. പിന്നെന്താ ഫ്രജൈൽ ഡിറ്റൻറ്റ് ബിറ്റ്വീൻ ബെയ്ജിങ് ആൻഡ് വാഷിങ്ടൺ. ഓക്കെ, അതെന്താ ഈ ട്രംപ് ഷീ സമ്മിറ്റ് ഒക്കെ നടന്നുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റിലാണ് ആക്ച്വലി ഈ ഒരു ഇന്ത്യ യൂറോപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെന്താ യൂറോപ്പ് ഈസ് നൗ സെൻട്രൽ ടു ഇന്ത്യസ് പെർസ്യൂട്ട് ഓഫ് എക്സ്പോർട്ട് മാർക്കറ്റ്സ്, ക്യാപിറ്റൽ, അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഓപ്പൺ എന്താ ഗ്രീൻ എനർജി പാർട്ട്ണർഷിപ്സ്. ഓക്കെ, ആ രീതിയിൽ യൂറോപ്പിയൻ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. എക്സ്ചേഞ്ചർ എക്സ്പോർട്ട് മാർക്കറ്റ്, ക്യാപിറ്റൽ, ടെക്നോളജി, ഗ്രീൻ എനർജി പാർട്ട്ണർഷിപ്പ് രീതിയിലൊക്കെ യൂറോപ്പിൻ്റെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല കൊളാബറേഷൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ വരുന്നത് വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത്, എന്താ നെതർലാൻഡ്സിൽ എന്താ ആകെ പോപ്പുലേഷൻ 18 മില്യൺ മാത്രം നെതർലാൻഡ്സിലാണ് ആക്ച്വലി എന്താ ASML എന്നൊരു കമ്പനിയുള്ളത്. ASML എന്താണെന്ന് വെച്ചാൽ എന്താ സോൾ മാനുഫാക്ചറർ ഓഫ് ദ അഡ്വാൻസ്ഡ് ലിത്തോഗ്രഫി മെഷീൻസ് നീഡഡ് ടു പ്രൊഡ്യൂസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഈ ചിപ്പിനൊക്കെ വരുന്ന രീതിയിൽ സെമി കണ്ടക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോസ്റ്റ് എന്താ അഡ്വാൻസ്ഡ് ലിത്തോഗ്രഫി മെഷീൻസ് അത് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ASML. അത് ആക്ച്വലി നെതർലാൻഡ്സിലായി വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എന്താ ആ ഒരു ഡീലും ASML വിത്ത് ടാറ്റ ഇലക്ട്രോണിക്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ രീതിയിൽ സപ്പോർട്ട് കൊളാബറേഷൻ ഉണ്ടാവും. ഓക്കെ, കൂടാതെ എന്താ ഡിഫൻസിൻ്റെ കേസ് ആണെങ്കിലും ഇന്ത്യ സീക്സ് ടു ഡൈവേഴ്സിഫൈ പ്രൊക്യൂർമെൻറ്റ് അവേ ഫ്രം റഷ്യ. ആ കേസിനകത്താണെങ്കിലും ആക്ച്വലി നമ്മുടെ യൂറോപ്പിൻ്റെ ഒരു സപ്പോർട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെന്താ യൂറോപ്പ് ഓൾസോ ഓഫേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യസ് യൂത്ത്. ആ രീതിയിൽ നമുക്ക് അത് തമ്മിൽ റിലേഷൻസ് ഡയസ്പോറൊക്കെ രീതിയിലേക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കൊണ്ടുപോകാണ് ആക്ച്വലി എന്താ ആ വലിയൊരു ഇമ്പോർട്ടൻസ് ഇന്ത്യ യൂറോപ്പ് റിലേഷൻസ് വരുന്നത്. പിന്നെ എന്താ ഇന്ത്യ ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട്ണർ ഇൻ ദ എഫേർട്സ് ടു ഡി റിസ്ക് ഫ്രം എ റൈസിങ് ചൈന. ഓക്കെ, യൂറോപ്പിനെ കൺസേൺ നോക്കുമ്പോൾ ചൈനയിൽ നിന്ന് ഡി റിസ്ക് ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിലും എന്താ ഇന്ത്യ ക്രിട്ടിക്കൽ പാർട്ട്ണറായിട്ട് മാറുന്നുണ്ട്. അതും അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് മാറുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്നും കൂടിയാണ് ആക്ച്വലി ഈ ഒരു റിലേഷൻ ഇത്രയും ബെറ്റർ ആകാൻ കാരണം. പിന്നെ അത് മാത്രമല്ല ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് എന്താ ഇന്ത്യ ഓൾറെഡി എൻജോയ് സ്ട്രോങ് പാർട്ട്ണർഷിപ്സ് വിത്ത് കീ വെസ്റ്റേൺ യൂറോപ്യൻ പവേഴ്സ്. ഓക്കെ, ആരൊക്കെയാ ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി, ആ രീതിയിലൊക്കെ നമുക്ക് നല്ല ബന്ധമുള്ളതും നമ്മുടെ മുമ്പോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എന്താ ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി മാത്രമല്ല എന്താ ആക്ച്വലി പറയുന്നുണ്ട് മൂവ് ടു ഡീപ്പൻ എൻഗേജ്മെന്റ് വിത്ത് ദ നോർഡിക് കൺട്രീസ്. പിന്നെ എന്താ വൈൽ സ്ട്രെങ്തനിങ് ദ ടൈസ് വിത്ത് ഇറ്റലി ഇൻ ദ ഇന്തോ മെഡിറ്ററേനിയൻ റീജിയൻ. ഓക്കെ, ഇപ്പോൾ ഇന്തോ മെഡിറ്ററേനിയൻ റീജിയൻ തന്നെ ഇറ്റലിയുമായിട്ടുള്ള ബന്ധം വളരെ മുമ്പോട്ട് പോകുന്നുണ്ട് സൂക്ഷ്മമായിട്ട്. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ് കണ്ടിട്ടുണ്ടാവും എന്താ മെലഡി കൊടുത്തുകൊണ്ട് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും നമ്മുടെ പ്രൈം മിനിസ്റ്ററും നിന്നിട്ടൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ബന്ധം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കൊണ്ടുവന്ന സബ് റീജിയൻ ആയിട്ടുള്ള ലിങ്ക്സ് എന്താ ഈ ഒരു ടൈസ് വിത്ത് ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, ആ ഒരു എന്താ ഇൻഡോ മെഡിറ്ററേനിയൻ എൻഗേജ്മെന്റ് ഇറ്റലി, അതൊക്കെ നമ്മുടെ ഈ ഒരു കേസിന് വരുമ്പോൾ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫോറിൻ പോളിസി തന്നെ യൂറോപ്യൻ ഇമ്പോർട്ടൻസ് വളരെ കൂടിയിട്ടുണ്ട്. അതിങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പോൾ പെരിഫറി ഇന്നുകൊണ്ട് മാത്രം കാണേണ്ടതല്ല യൂറോപ്പും ഇന്ത്യ റിലേഷൻ എന്നുള്ളത്. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത എക്സ്പെൻസർ ഒരു ഓപ്പൺ ആണ്. ഓക്കെ, ഇപ്പോൾ എഡിറ്റോറിയലാണ് ഇത് വരുന്നത് വെച്ചാൽ എന്താ GS3 സയൻസ് ആൻഡ് ടെക്, ഡിഫൻസ് ടെക്നോളജി, സെക്യൂരിറ്റി ചലഞ്ചുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത് ഡ്രോൺ മാനിയ സെപ്പറേറ്റിംഗ് ഹൈപ്പ് ഫ്രം ബാറ്റിൽ ഫീൽഡ് റിയാലിറ്റി. ഓക്കെ, ഇപ്പോൾ വെച്ചാൽ ഡ്രോൺ മാനിയ പറയുമ്പോഴേ തന്നെ എന്താ ആക്ച്വലി ഡ്രോണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരുപാട് രീതിയിലേക്ക് എന്താ പറയുക ഗ്ലോബലി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുതലുണ്ട്. വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലേ. അപ്പം ആ ഡ്രോണിൻ്റെ ആ ഒരു ഹൈപ്പ് അവിടെ മാറ്റുന്നതുകൊണ്ട് ആ ഒരു റിയാലിറ്റി ഇവിടെ ഈ ഒരു എഡിറ്റോറിയൽ ഓപ്പൺ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇവിടെ വരാൻ കാരണം വെച്ചാൽ കണ്ടസ്റ്റ് എന്താ വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്താ ലാസ്റ്റ് ഇയർ മെയ് 7, 2025 തൊട്ട് മെയ് 10, 2025 ആ ഒരു 4 ദിവസത്തെ ഒരു എന്താ പറയുക തുടർച്ചയായിട്ട് രീതിയിലായിരുന്നു ഇന്ത്യ ബിറ്റ്വീൻ പാകിസ്ഥാൻ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു കണ്ടസ്റ്റിലാണ് ആക്ച്വലി ഈ ഒരു ഇത് പറയാൻ കാരണം. അവിടെ ആക്ച്വലി ഈ ഒരു എന്താ പറയുക അൺമാൻഡ് എയറിയൽ വെഹിക്കിൾസ് ഒക്കെ വെച്ചാൽ ഈ ഡ്രോണുകളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി നമ്മുടെ അവിടുത്തെ നമുക്ക് ഈ പാകിസ്ഥാൻ ഒരുപാട് യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി നമ്മുടെ കൗണ്ടർ ആ ഒരു അൺമാൻഡ് എയറിയൽ വെഹിക്കിൾ സ്ട്രാറ്റജിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ടും കൂടെ ആ ഒരു കണ്ടസ്റ്റിലാണ് ആക്ച്വലി ഇവിടെ ഇത് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഓപ്പൺ എഡിറ്ററിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ഓപ്പറേഷൻ സിന്ദൂർ 2025 സോ ഇന്ത്യ പാകിസ്ഥാൻ യൂസ് ഓഫ് UAVs സ്പാർക്കിംഗ് ഡിബേറ്റ് ഓൺ ഡ്രോൺസ് ആസ് അൺസ്റ്റോപ്പബിൾ വെപ്പൺസ്. ഓക്കെ, അവിടെയാണ് ആക്ച്വലി ഈ ഒരു എഡിറ്ററിൽ ഇമ്പോർട്ടൻസ് വരുന്നത്.
ഇവിടെ എന്താ പറയുന്നത് ആക്ച്വലി വെച്ചാൽ അവരൊരു ഈ ഡ്രോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ പറയുന്നത് ഫസ്റ്റ് ദർ ഇസ് ഓർ ഓഫ് ബീയിങ് റിലേറ്റീവ്ലി അൺസ്റ്റോപ്പബിൾ ബിക്കോസ് ദേ ആർ സ്മോൾ സൈസ്. ഓക്കെ, വെച്ചാൽ സൈസ് വൈസ് ഇത് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഡിറ്റക്ഷൻ ഡിഫിക്കൽട്ട് ആവുകൊണ്ട് തന്നെ അൺസ്റ്റോപ്പബിളായി മാറുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് വിസർവീസ് മാൻഡ് എയർക്രാഫ്റ്റ് മേക്സ് ദം വെരി അപ്പീലിംഗ് ടു നമ്പർ ക്രഞ്ചേഴ്സ്. ഓക്കെ, വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് നോക്കുന്നതാണെങ്കിൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വളരെ ചീപ്പാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു കോസ്റ്റും കൊടുത്ത് അത് റിസ്ക് കൊടുക്കുന്നത് മാത്രമല്ലാതെ നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ ആക്ച്വലി ലോ കോസ്റ്റിൽ കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ലോ കോസ്റ്റിൻ്റെ കേസിൽ ചീപ്പായിട്ട് മാറുന്നുണ്ട്. പിന്നെന്താ വരുന്നത് ലാസ്റ്റ്ലി ദേ ഡു നോട്ട് പ്ലേസ് എ കോമ്പറ്റന്റ് ഇൻ ഹാംസ് വേ ഇസ് എൻ ആർഗ്യുമെന്റ് ദാറ്റ് അണ്ടർകട്ട്സ് മോസ്റ്റ് ഓഫ് ദ ലിമിറ്റേഷൻസ്. ഓക്കെ, ആക്ച്വലി എന്താ അത് കൂടി വരുമ്പോൾ ആക്ച്വലി റിസ്ക് ഫ്രീ ആണ്, പിന്നെ ലോ കോസ്റ്റ് ആണ്, പിന്നെ എന്താ ആക്ച്വലി വെച്ചാൽ ഇത് ചീപ്പാണ്, സ്റ്റെൽത്തി ആണ്. ആ രീതിയിലൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഡ്രോൺസ് ആർ ചീപ്പ്, സ്റ്റെൽത്തി, റിസ്ക് ഫ്രീ, ബട്ട് എന്താ വൾണറബിൾ ടു ഇലക്ട്രോണിക് വാർഫെയർ ജാമിങ് ആൻഡ് ലിമിറ്റഡ് എൻഡ്യൂറൻസ്. ഓക്കെ, ആ രീതിയിൽ ഇലക്ട്രോണിക് വാർഫെയർ ജാമിങ് വന്നു കഴിഞ്ഞാലും ഇത്തിരി എൻഡ്യൂറൻസ് കൊണ്ടും കൂടെ ഈ ഒരു ഇതിനകത്തൊരു എന്താ പറയുക അത്രമാത്രം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നാണ് ഇവിടെ പോയിന്റ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയേണ്ടത് ആക്ച്വലി വെച്ചാൽ എന്താ ഇവിടെ തന്നെ എന്താ വെദർ ദ അറൈവൽ ഓഫ് ഡ്രോൺസ് റെപ്രസെൻറ്റ്സ് എ റെവല്യൂഷണറി ചേഞ്ച് ഇൻ വാർഫെയർ ഓർ മിയർലി എൻ എവല്യൂഷൻ ഓഫ് എനേബിൾഡ് ബൈ ന്യൂ ടെക്നോളജി. ഇപ്പം എന്താ ഇപ്പം എവല്യൂഷണറി പറയുമ്പോൾ ജസ്റ്റ് ഒരു എൻഹാൻസ് ദ എക്സിസ്റ്റിംഗ് ക്യാപ്പബിലിറ്റീസ് മാത്രമേ വരിക. റെവല്യൂഷണറി പറയുമ്പോൾ എന്താ ആക്ച്വലി ഫണ്ടമെന്റൽ റീഷേപ്പ് ദ വാർഫെയർ ബൈ ഓപ്പണിംഗ് അപ്പ് ന്യൂ ഡൊമൈൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ആക്ച്വലി ഇതിൻ്റെ ഒരു നോക്കുമ്പോൾ എന്താ എയർ ഡൊമൈനിൽ മാത്രമായിട്ടല്ല, എയർ ഡൊമൈൻ തന്നെ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഉള്ള ഒരു ജസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് മേലെ ആ രീതിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആക്ച്വലി കോയിൻഡ് ടേംസ് ഉണ്ട്. എക്സ്പേർട്സ് പറഞ്ഞ ആക്ച്വലി എയർ ലിറ്ററൽ വെച്ചാൽ സജസ്റ്റിംഗ് ദ ക്രിയേഷൻ ഓഫ് അനദർ ഡൊമൈൻ ഓഫ് വാർഫെയർ യുണീക് ടു ഡ്രോൺ ഓപ്പറേഷൻസ്. ഒക്കെ എന്ന് വെച്ചാൽ സിൻസ് ഡ്രോൺസ് ഫ്ലൈ അറ്റ് ലോ ആൾട്ടിറ്റ്യൂഡ്സ് സം സ്ട്രാറ്റജിസ്റ്റ് ഹാവ് കോയിൻഡ് ദ ടേം എയർ ലിറ്ററൽ. ഓക്കെ, ഇത് വെച്ചാൽ ആക്ച്വലി കുറച്ചൊരു ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് മേലെയും കൂടുതൽ ഹൈറ്റും അല്ലാതെ രീതിയിൽ പോകുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ആ ഒരു ഡൊമൈൻ രീതിയിൽ കൊടുത്തുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി എയർ ലിറ്ററൽ ഡിസ്ക്രൈബ്സ് ദെയർ ലോ ആൾട്ടിറ്റ്യൂഡ് ലെയർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ റീഷേപ്പിംഗ്. പക്ഷേ ഇവിടെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആക്ച്വലി ഇത് ശരിക്കും റിഫ്ലക്റ്റ് ആണെന്ന് വെച്ചാൽ ഈ എയറിനകത്തുള്ള അറ്റാക്കുകൾ നടക്കുന്നത് ആക്ച്വലി ഈ അൺമാൻഡ് എയറിൽ വന്നാൽ തന്നെ ഇത് ആക്ച്വലി ഗ്രൗണ്ടിൽ നിന്ന് ഇതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും അതിനെ മാറ്റിയിടാനും ഒക്കെ രീതിയിലേക്കായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ പറയുന്നത് റീഷേപ്പിംഗ് ഗ്രൗണ്ട് കോമ്പാറ്റ് മോർ ദാൻ എയർ വാർഫെയർ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി എന്താ ഡ്രോൺസ് ആർ നോട്ട് റീഷേപ്പിംഗ് എയർ വാർഫെയർ ബട്ട് ആർ ആക്ച്വലി റീഷേപ്പിംഗ് ഗ്രൗണ്ട് കോമ്പാറ്റ്. ഓക്കെ, അപ്പം എങ്കിലാണ് ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്നായിരിക്കും കുറച്ചും കൂടി ഇതിനെ നേരിടാനും മറ്റും എളുപ്പമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ രീതിയിൽ ഗ്രൗണ്ട് വാർഫെയറിന് കോമ്പാറ്റിന് റീഷേപ്പ് രീതിയിലേക്ക് ഈ ഒരു ഇമ്പാക്റ്റ് വരുന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുക ആക്ച്വലി കുറച്ച് രീതിയിലുള്ള സ്ട്രൈക്കുകൾ കാര്യങ്ങൾ നോക്കുമ്പോഴാണെങ്കിലും ഇമ്പോർട്ടൻസ് പറയുമ്പോഴാണെങ്കിലും ഈ യുക്രൈൻ്റെ കേസിൽ യുക്രൈൻ റഷ്യ ഇഷ്യൂ വന്നപ്പോഴും ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി യുക്രൈൻ ആണെങ്കിൽ സ്ട്രാറ്റജിക്കലി എന്താ റഷ്യൻ്റെ ഇൻലാൻഡുകളിൽ ഒരുപാട് ആക്രമണം അഴിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഇൻലാൻഡ് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് വളരെ രീതിയിലുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടസ്റ്റാണ് ആക്ച്വലി എന്താ ഇവിടെ ആണെങ്കിലും 24/7 രീതിയിലേക്കുള്ള കൗണ്ടർ ഇൻ്റലിജൻസിൻ്റെ ആവശ്യകത രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്താ സ്ട്രാറ്റജിക് ലെസൺസ്. ഓക്കെ, യുക്രൈൻ സ്പൈഡർ വെബ് ഡ്രോൺ അറ്റർ സ്ട്രൈക്സ് ഡീപ്പ് ഇൻസൈഡ് റഷ്യ. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഷോ നീഡ് ഫോർ സ്ട്രോങ് കൗണ്ടർ ഇൻ്റലിജൻസ് ആൻഡ് 24/7 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻലാൻഡ് അസറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈബർ അറ്റാക്കിന് വൾണറബിലിറ്റി ഉള്ള പോലെ ആ രീതിയിൽ ഇൻലാൻഡ് അസറ്റ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യകത അവിടെ അത് ഈ ഒരു ഇഷ്യൂ കാണിച്ചു വന്നു. ഓക്കെ, പിന്നെന്താ പറയുക വെച്ചാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഇതിൻ്റെ ഇഷ്യൂ എന്താ ഇൻ്റഗ്രേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, വിൽ ബ്രിങ് അബൌട്ട് എൻ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇൻ കാപ്പബിലിറ്റീസ് ലീഡിങ് ടു ഫുള്ളി ഓട്ടോണമസ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇതിനകത്ത് എന്താ ആ ഒരു ലൈഫ് ഓർ ഡെത്ത് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പോലും ഈ ഒരു AI ഇൻ്റഗ്രേഷൻ അൺമാൻഡ് എയർ വന്നു കഴിഞ്ഞാൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ AI ഇൻ്റഗ്രേഷൻ വരുമ്പോൾ അത് ശരിക്കും എന്താ ഒരു വലിയ റിസ്ക് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ആ ഒരു ഈ ഒരു കാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ ആയിട്ട് ഫ്യൂച്ചർ റിസ്കുകളിൽ ഉൾപ്പെടുത്താൻ കാരണം. ഓക്കെ, ഇവിടെ എന്താ വെച്ചെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിൽ എന്താ കമ്മിറ്റി ഈസ് കറൻ്റ്ലി എക്സാമിനിങ് ദ എത്തിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസ് ഓഫ് ദ ഈ സംഭവത്തിനൊക്കെ രീതിയിൽ ഇഷ്യൂസ് ഇൻവോൾവ് ചെയ്ത രീതിയിൽ ഇഷ്യൂസ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ പറയേണ്ടത് എന്താ AI integration may enable autonomous drones making life and death decisions. Okay, AI integration in the ഈ ഒരു
UAE നോക്കുമ്പോഴാണെങ്കിൽ. പിന്നെന്താ റേസിംഗ് എത്തിക്കൽ കൺസേൺസ് അണ്ടർ ദ UN ഡിബേറ്റ്. ഓക്കെ, ആ രീതിയിലേക്ക് ഇത് ഇഷ്യൂസിൽ എത്തിക്കൽ കൺസേൺസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ US സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചാൽ കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ്. ഓക്കെ, ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താ, ആക്ച്വലി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കേസിലാണെങ്കിലും നമ്മുടെ ഇന്ത്യക്കാണെങ്കിൽ എന്താ ഓപ്പറേഷൻ സിന്ദൂർ വേവ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡ്രോൺസ് ദാറ്റ് ഹാഡ് ബീൻ സെൻഡ് ടു ഇന്ത്യ ബൈ പാകിസ്ഥാൻ വർ ന്യൂട്രലൈസ്ഡ് ബൈ എ ഇൻറ്റഗ്രേറ്റഡ് CUAS നെറ്റ്വർക്ക്. ഓക്കെ, ആ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കാര്യം ഇവിടെ പറയുന്നത് എന്താ, ആക്ച്വലി ഇവിടെ ഇസ്രായേലിൻ്റെ അയൺ ബീം ലേസേഴ്സിൻ്റെ ഒരു കാര്യമുണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ പറയുക വെച്ചാൽ ഇസ്രായേൽ അയൺ ബീം ലേസേഴ്സ് എന്താ ആക്ച്വലി ഇത് $2 to $3 ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ ഈ ഡ്രോൺസ് വരുന്നതാണെങ്കിൽ അവനെ അറ്റാക്ക് ഇപ്പോൾ അവർ പറയില്ലേ ഇതിനൊക്കെ എല്ലാം ഇല്ലഞ്ചോണ്ട് ആവശ്യമില്ല എന്നല്ലേ. ഇപ്പം എന്ന് വെച്ചാൽ എന്താ ഈ ഒരു ചെറിയ ചെറിയ ഡ്രോൺസിനെ അറ്റാക്ക് ചെയ്യാൻ അയൺ ഡോമിൻ്റെ ആക്ച്വലി ഈ $40K to $50K പേയ്മെൻറ്റ് വരുന്ന കോസ്റ്റ് വരുന്ന മിസൈൽസ് കൊടുക്കുന്ന ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ആക്ച്വലി എന്താ ഈ ഒരു അയൺ ബീം ലേസേഴ്സ് യൂസ് കൊണ്ട് തന്നെ അതിനെ തകർക്കാൻ പറ്റുമ്പോൾ ആക്ച്വലി $2 to $3 ഒക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നുള്ളൂ, കോസ്റ്റ് വരുന്നുള്ളൂ. അത്ര രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഇപ്പം കൗണ്ടർ US സ്ട്രാറ്റജികൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഈ ഒരു ഇസ്രായേലിന് അയൺ ബീം ലേസറും അയൺ ഡോമിൻ്റെയും കമ്പാരിസൺ കൊടുക്കാനുള്ള കാരണം. ഓക്കെ, പിന്നെ ആക്ച്വലി EUവിന് ഡ്രോൺ വാളുണ്ട്, അത് കൊടുക്കുമ്പോൾ ആക്ച്വലി ലെയേർഡ് ആയിട്ടുള്ള ഡിഫൻസുകൾ അപ്ലിക്കബിൾ ആയി കൊടുക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെന്താ US ഗോൾഡൻ ഡോം ഉണ്ട്, അത് ആക്ച്വലി സ്പേസ് ബേസ്ഡ് ആയിട്ട് ഇന്റർസെപ്റ്റേഴ്സ് അയച്ചുകൊണ്ട് അതിനെ തകർക്കുന്ന രീതിയിലാണ് അവസാനം വരുന്നത്. ഓക്കെ, ഈ ഒരു ഇത് വരുമ്പോഴാണ് നമ്മുടെ ആക്ച്വലി ഡ്രോൺ അറ്റാക്ക് വരുമ്പോഴാണെങ്കിലും. ഓക്കെ, പിന്നെ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ്റെ കേസ് വരുമ്പോൾ ആക്ച്വലി ഇന്ത്യ പ്ലാൻ സുദർശൻ ചക്ര നാഷണൽ വൈഡ് എയർ ഡിഫൻസ് ബൈ 2035. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇന്ത്യ നമ്മുടെ ഒരു കോൺസെപ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ സുദർശൻ ചക്ര ടു ബി പ്ലേസ് ബൈ 2035. എന്തിനാ ഒരു മൾട്ടി ഫേരിയസ് എയർ ഡിഫൻസ് ത്രെറ്റുകൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സുദർശൻ ചക്ര പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലാൻ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ആക്ച്വലി വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞത് എന്താ ഡ്രോൺ ആ ഒരു ഹൈടെക് ഒരു ടെക്നോളജി മുമ്പോട്ട് പോകുന്നുണ്ട്, ആക്ച്വലി കാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താ ആ ഒരു റിയാലിറ്റി നോക്കുമ്പോഴാണെങ്കിൽ എന്താ ആക്ച്വലി അതിനെ അഡ്രസ് ചെയ്യാനുള്ള കൗണ്ടർ സ്ട്രാറ്റജികളും മറ്റൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ്റെ മെഷേഴ്സ് പറഞ്ഞു, ബാക്കിയുള്ള ഗ്ലോബൽ ആയിട്ടുള്ള US-ൻ്റെയും ഒക്കെ എന്താ പറയുക EUവിൻ്റെതും പിന്നെ നമ്മുടെ ഇസ്രായേലിലൊക്കെ മെഷേഴ്സുകളും അപ്രോച്ചുകളും സംസാരിച്ചൊക്കെ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ആക്ച്വലി വെച്ചാൽ നമ്മുടെ GS2 പൊളിറ്റി ജുഡീഷ്യറി കണക്ട് ചെയ്യാൻ പറ്റും എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളാണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് ഓറൽ റിമാർക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ പറയേണ്ടത് ചീഫ് ജസ്റ്റിസസ് കോക്രോച്ചസ് റിമാർക്ക് ഫ്രം ദ ബെഞ്ച് ആൻഡ് ദ ക്ലാരിഫിക്കേഷൻ ദാറ്റ് ഫോളോഡ് ഹാവ് റിവൈവ്ഡ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ദ സുപ്രീം കോർട്ട് ഹാസ് ട്രൈ ടു സെറ്റിൽ ടോയ്സ്. The standard the court has set out as the public to read bench remarks as a distinct from the formal opinion. Okay, and ask judges to keep that distinction from collapsing. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി എന്താ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ഈ May 2026 കോൾഡ് സം അഡ്വക്കേറ്റ്സ് കോക്രോച്ചസ് ആൻഡ് പാരസൈറ്റ്സ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ആള് കുറേ അഡ്വക്കേറ്റ്സിനെയും അതിൽ പിന്നെന്താ ബാക്കിയുള്ള ഷാർട്ടി ആയിട്ട് സംസാരിച്ച. പക്ഷെ ഇവിടെ കാര്യം വെച്ചാൽ ലേറ്റർ ക്ലാരിഫൈഡ് ദാറ്റ് എന്താ ഫേക്ക് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇത് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ലൈക്ക് എല്ലാ യൂത്തിനെയും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ കോക്രോച്ച് പാരസൈറ്റ് ജോലികൾ നടത്തിയ രീതിയിലേക്ക് പിന്നീട് ക്ലാരിഫൈ ചെയ്തു. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ എന്താ സ്പാർക്ക് ഡിബേറ്റ് ഓൺ ഓറൽ റിമാർക്സ് ആൻഡ് റെസ്ട്രെയിൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓറൽ റിമാർക്ക് നടത്തുന്നതിലും അതിന് റെസ്ട്രെയിൻ്റെ ആവശ്യമായ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരു ഡിബേറ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഒരു ട്രെൻഡിങ് ന്യൂസുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചാൽ ഈ ഒരു കോണ്ടസ്റ്റന്റ് ഈ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു എന്താ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താ പറയുന്നത് ഒബ്സർവേഷൻ വേഴ്സസ് ജഡ്ജ്മെന്റ്സ്. ഇവിടെ പറഞ്ഞ വെച്ചാൽ ഓറൽ റിമാർക്സ് ആർ എക്സ്പ്ലോറേറ്ററി നോട്ട് ബൈൻഡിങ് ബൈ ലോ. ഓക്കെ, വെച്ചാൽ ഓൺലി റിട്ടൺ ജഡ്ജ്മെന്റ്സ് ഓർ ഓർഡേഴ്സ് ക്യാരി ലീഗൽ വെയിറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വേഴ്സസ് വിജയഭാസ്കർ 2021 എന്താ ഒരു കേസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി മദ്രാസ് ഹൈക്കോർട്ട് എന്താ ഈ ഇലക്ഷൻ കമ്മീഷനെ കോവിഡ് ഡെത്തിന് ആ ഒരു ഇതായിട്ട് ബ്ലെയിം ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ 2021 അസംബ്ലി ഇലക്ഷൻ വന്നപ്പോഴും ഒരു കേസ് വന്നു. വിജയഭാസ്കർ അടുത്തൊരു MLA ലെക്ചർ ആളാണ്, മത്സരിച്ച ആളാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി കേസ് വന്നപ്പോൾ മദ്രാസ് ഹൈക്കോർട്ട് ലൈവായിട്ട് പറഞ്ഞു വെച്ചാൽ എന്താ ഇത് ആക്ച്വലി ഇത് ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ബ്ലെയിമായിട്ട് മാറും. ഇത് എന്താ നിങ്ങളാണ് ഈ ഒരു മരണങ്ങൾക്ക് ഉത്തരവാദി എന്ന രീതിയിൽ ഒരുപാട് സ്പ്രെഡിലേക്ക് പോയ രീതിയിലേക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി മീഡിയയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ വന്നപ്പോൾ ആക്ച്വലി ഈ നമ്മുടെ സുപ്രീം കോർട്ടിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോയിട്ട് പരാതിപ്പെട്ടതെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ മീഡിയയിലേക്ക് കൊടുക്കാൻ പാടില്ല,
ആ രീതിയിലേക്ക് സംസാരിച്ചു. പക്ഷേ ഇങ്ങനെ ലൈവായിട്ടുള്ള കാര്യങ്ങളുടെ രീതിയിൽ. ഓക്കെ, അപ്പോഴും പക്ഷെങ്കിൽ എന്താ നമ്മുടെ സുപ്രീം കോർട്ട് നേരം ഡി വി ചന്ദ്രചൂഡ വരുന്നത്. അന്നേരം ആള് പറഞ്ഞു വെച്ചാൽ ഇത് ആക്ച്വലി ഈ ഓറൽ റിമാർക്സ് എന്നുള്ളത് എന്താ എക്സ്പ്ലോറേറ്ററി കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ അതൊരു ബൈൻഡിങ് ബൈ ലോ അല്ല, ആക്ച്വലി ഒരു ലീഗൽ വെയിറ്റ് ഉള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കണ്ടാൽ മതി ഇതിനാ. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ എന്താ ഇതിനകത്താകെ ഈ ജഡ്ജ്മെന്റ്സ് റിട്ടേൺ ഓർഡേഴ്സ് ഒക്കെയാണ് ലീഗൽ വെയിറ്റ് ക്യാരി ചെയ്യുന്ന രീതിയിലേക്ക് എന്താ ഈ ഒരു രീതിയിലേക്ക് ഇഷ്യൂ വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെന്താ പറഞ്ഞ വെച്ചാൽ എന്താ ഇവിടെ പറയുന്നുണ്ട് ബെഞ്ച് ക്വസ്റ്റ്യൻ വേഴ്സസ് ഇവിടെ എന്താ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ലൈക്ക് Election Commission moved Supreme Court for a direction restraining the media from reporting oral observations of judges. ഓക്കെ, പക്ഷെ എന്താ അത് പിന്നീട് അത് പറ്റില്ല, ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ഓറൽ റിമാർക്സിന് ലീഗൽ വെയിറ്റ് ഇല്ല, ബൈൻഡിങ് അല്ല, മറ്റേതാണ് ലീഗൽ വെയിറ്റ് വരുന്ന രീതിയിലേക്കാണ് സ്റ്റാൻഡേർഡ് നിർത്തുന്നത്. ഇത് ഒരു CEC വേഴ്സസ് വിജയ് ഭാസ്കർ ആ ഒരു ഇത് വന്നപ്പോൾ. ഓക്കെ, പിന്നെന്താ പറയുക വെച്ചാൽ ഈ ബെഞ്ച് ക്വസ്റ്റ്യൻ വേഴ്സസ് ഇൻടെമ്പറേറ്റ് റിമാർക്ക്. ഓക്കെ, ഇതെന്താ വെച്ചാൽ ബെഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓറൽ റിമാർക്ക് വരുമ്പോൾ ആക്ച്വലി ആ ഒരു ആർഗ്യുമെന്റ് ടെസ്റ്റ് ചെയ്യാൻ, അതിന്റെ കൂടുതൽ എക്സ്പ്ലോറേറ്ററി കാര്യങ്ങൾ മനസ്സിലാക്കാൻ രീതിയിലേക്കാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ ബെഞ്ച് ക്വസ്റ്റ്യൻസ് പ്രോബ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫ്രാങ്ക്ഫൂട്ടർ എന്നൊരു ജസ്റ്റിസ് മുമ്പ് ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു കേസ് വന്നപ്പോൾ എന്താ വാട്ട് ഡസ് ഈക്വൽ മീൻ ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എന്താ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ കാര്യം മനസ്സിലാക്കാൻ, ആർഗ്യുമെന്റ് ടെസ്റ്റ് ചെയ്യാനും ആ രീതിയിലേക്കാണ് ഈ ഒരു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഓക്കെ, കുറെ ജുഡീഷ്യൽ എക്സാമ്പിൾസുകൾ. ഓക്കെ, അതിന്റെ പാർട്ടായിട്ടൊരു ഇതാണ് എക്സാമ്പിളാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അതിവിടെ ജസ്റ്റ് ഈ മൊത്തത്തിന്റെ ഒരു വലിയ ആർട്ടിക്കിളാണ്. ഓക്കെ, അതിവിടെ കൊടുക്കുമ്പോൾ തന്നെ ഒരു സൂം ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആക്ച്വലി തന്നെ എന്താ ഷോർട്ടായി ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ ആക്ച്വലി ആ രീതിയിൽ വാട്ട് ഡസ് ഈക്വൽ മീൻ എന്നുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്ട് രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, പക്ഷെ അതല്ലാതെ പല ഇൻടെമ്പറേറ്റ് ആയിട്ടുള്ള റിമാർക്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി എന്താ ഹാർഷ് ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള ഈ എന്താ പറയുക നമ്മുടെ ഒരു ജസ്റ്റിസ് ബോബ്ഡെ ആണെങ്കിൽ എന്താ പണ്ട് പറഞ്ഞിട്ടുണ്ട് സെക്ഷൽ അസോൾട്ടേഷൻ വന്നപ്പോൾ എന്താ ആളോട് വിൽ യു മാരി ഹെർ ആ രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി പല റിമാർക്സുകളും പല ഇഷ്യൂസുകളും എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി എന്താ ഇപ്പം റീസെൻ്റ്ലി ഉള്ള ഈ കോക്രോച്ച് പാരസൈറ്റ് വിളികളാണെങ്കിലും ആക്ച്വലി ഹാർഷ് ആയിട്ട് ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള ഇതായിട്ട് മാറിയിട്ടുണ്ട്, ആ ലാംഗ്വേജ് മാറിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കൊണ്ടും കൂടിയാണ് ആക്ച്വലി ഈ ഒരു ഇഷ്യൂസ് വരാനുള്ള കാരണം. ഓക്കെ, പിന്നെന്താ പറയുക വെച്ചാൽ ഇവിടെ എന്താ സ്കാറ്റിംഗ് ലാംഗ്വേജ്, ഹാർഷ് വേർഡ്സ് ലൈക്ക് മദ്രാസ് ഹൈക്കോർട്ട് സെയിങ് EC ഷുഡ് ബി ചാർജ്ഡ് വിത്ത് മർഡർ. ഓക്കെ, ആ രീതിയിലുള്ളത് എന്താ ഡാമേജ് ഡിഗ്നിറ്റി ആൻഡ് പബ്ലിക് ട്രസ്റ്റ്. ഓക്കെ, ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ അത് ആക്ച്വലി എന്താ വൂണ്ട് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ആക്കി മാറ്റുന്നുണ്ട്. അത് ആക്ച്വലി ട്രസ്റ്റും ഡിഗ്നിറ്റിയും ഡാമേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത് വെച്ചാൽ ജുഡീഷ്യൽ റെസ്ട്രെയിൻഡ് എന്താ വെച്ചാൽ ജഡ്ജസ് മസ്റ്റ് കൺട്രോൾ ഓറൽ റിമാർക്സ്. ഓക്കെ, probe arguments without insult or bias. Restraint is vital in live stream era. കാര്യം വെച്ചാൽ ഇപ്പം എല്ലാം ലൈവ് സ്ട്രീം ആയിട്ട് കാര്യങ്ങൾ പുറത്ത് പോകുന്നുണ്ടല്ലേ. അപ്പം ആൾക്കാരുടെ ആ ഒരു ഓറൽ റിമാർക്സ് വരുമ്പോഴാണെങ്കിലും റെസ്ട്രെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആക്ച്വലി അത് പല സോഷ്യൽ ഓർഡറിൻ്റെ കേസിലാണെങ്കിലും പല രീതിയിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എന്താ ആ കോക്രോച്ച് ജനതാ പാർട്ടി പോലും വരാനുള്ള കേസ് എന്ന് വെച്ചാൽ ആ ഒരു റിമാർക്സിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് രീതിയിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ എന്താ പറയുന്നത് റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ജുഡീഷ്യൽ വാല്യൂസ്. ഓക്കെ, ഇത് ആക്ച്വലി 1997 എന്താ കോഡ് ഓഫ് കണ്ടക്ട് ആയിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് രീതിയിൽ സുപ്രീം കോർട്ട് ഇറക്കിയ കാര്യമാണ്. അതിൻ്റെ ഐറ്റം 8 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐറ്റം 8 ബാർസ് ജഡ്ജസ് ഫ്രം പബ്ലിക് ഡിബേറ്റ് ഓർ പൊളിറ്റിക്കൽ കമന്റ്. ഓക്കെ, ആ രീതിയിലേക്ക് കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെന്താ പറയുക വെച്ചാൽ കാർഡോസോ പ്രിൻസിപ്പൽ ഉണ്ട്. ഇത് ആക്ച്വലി ജസ്റ്റിസ് ബെഞ്ചമിൻ കാർഡോസോ കൊടുത്ത കാര്യമാണ്. വെച്ചാൽ ആ ഒരു ജുഡീഷ്യൽ അറ്റൻഡൻസ് ഉണ്ടാവണം. പിന്നെന്താ അത് ആക്ച്വലി ഡിസിപ്ലിൻ ആയിരിക്കണം, മെത്തഡൈസ് ആയിരിക്കണം, ആ ഒരു സോഷ്യൽ ഓർഡറൊക്കെ ഒരു കീപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകേണ്ട രീതിക്കാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ചൊരു എക്സാമ്പിൾസ് പറയുന്നുണ്ട് വെച്ചാൽ ജസ്റ്റിസ് കാലിയ ഒരു എന്താ റേസ് റിമാർക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട്. റേസിസം ഒരു കമന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ജിൻസ്ബർഗ്സ് എന്ന ഒരാള് ട്രംപിനെതിരെ ആ ഒരു ഇലക്ഷന്റെ സമയത്ത് കമന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് ലേറ്റർ എന്താ ആ ഒരു അപ്പോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ പിന്നെ ജസ്റ്റിസ് BR ഗവായി ആണെങ്കിലും കാസ്റ്റ് റിമാർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ എന്താ ചൂണ്ടിക്കാണിക്കുകയാണ് അക്രോസ് ഡിഫറെന്റ് എക്സാമ്പിൾസ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത് ഓൾ റിമാർക്സ് ടെസ്റ്റ് ആർഗ്യുമെന്റ്സ് ബട്ട് ഇൻടെമ്പറേറ്റ് ലാംഗ്വേജ് അണ്ടർമൈൻസ് ക്രെഡിബിലിറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്ട്രെയിൻറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി വിത്തൗട്ട് സെൻസേഷണലിസം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ആക്ച്വലി നമുക്ക് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്ന രീതിയിലേക്ക്
ലൈവ് സ്ട്രീമിംഗ് പോകുന്നുണ്ടോ, പക്ഷെ സ്റ്റിൽ എന്താ ഓവർ റിമാർക്ക് എന്താ ഈ ബൈൻഡിങ് ഒക്കെ എല്ലാം ആയി കൂടെ, പക്ഷെ സ്റ്റിൽ എന്താ ആ ഒരു പബ്ലിക് ഡിബേറ്റ് ഒന്നും വരാത്ത രീതിയിൽ എന്താ റെസ്ട്രെയിൻ്റെ രീതിയിലേക്ക് ഒരു ലാംഗ്വേജ് ബെറ്റർ യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കാണ് ഇവിടെ ഈ ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ആക്ച്വലി എന്ന് വെച്ചാൽ എന്താ സയൻസ് ആൻഡ് എനർജിയും കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത്, ഹൗ തോറിയം ആസ് ന്യൂക്ലിയർ ഫ്യൂവൽ ക്യാൻ ഹെൽപ്പ് ഇന്ത്യ മീറ്റ് ഇറ്റ്സ് ലോങ് ടേം എനർജി നീഡ്സ്. ഓക്കെ, പിന്നെ കണ്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ റീസെൻ്റിലാണ് ഇന്ത്യ ടാർഗറ്റ്സ് 100 GW ഇലക്ട്രിസിറ്റി ന്യൂക്ലിയർ കപ്പാസിറ്റി ബൈ 2047. ഓക്കെ, ആ രീതിക്ക് ടാർഗറ്റ് മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷേ പ്രശ്നം വെച്ചാൽ നമുക്ക് കിട്ടുന്ന യുറേനിയം റിസർവ്സ് എന്നത് ലിമിറ്റഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഈ തോറിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. ഇവിടെ എന്താ തോറിയം ഓഫേഴ്സ് ലോങ് ടേം എനർജി ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോറിയമാണ് ആക്ച്വലി നമ്മുടെ മുമ്പ് ഹോമിജ ബാബയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഈ ന്യൂക്ലിയർ എനർജി പ്ലാനൊക്കെ ഡിവൈസ് ചെയ്യുമ്പോൾ 3 സ്റ്റേജ് ന്യൂക്ലിയർ ആ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിവൈസ് ചെയ്തത്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഇന്ത്യ രാജ്യം മുമ്പോട്ട് പോകുന്നുണ്ടായത്. ഓക്കെ, അതിൻ്റെ ഇതാണ് ഇന്ത്യസ് 3 സ്റ്റേജ് പാത്ത് ന്യൂക്ലിയർ എനർജി സെക്യൂരിറ്റി. ഓക്കെ, ആ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തോറിയം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇവിടെ പറയുന്നത് എന്താ, ഇന്ത്യ ഹോൾഡ്സ് 25% അപ്രോക്സിമേറ്റ് 25% ഓഫ് ഗ്ലോബൽ റിസർവ്സ്. ഓക്കെ, എന്തിന് തോറിയത്തിനകത്ത്. ഓക്കെ, സേഫർ ആണ്, ലെസ് വേസ്റ്റ് ആണ്, പ്രോലിഫറേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സ്ട്രാറ്റജിക് ഓട്ടോണമി ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. വൺസ് തോറിയം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ എനർജി എൻഷുർ ചെയ്യാൻ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ തോറിയത്തിൻ്റെ മോണോസൈറ്റ് ഓർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ കേരള, ഒഡീഷ, തമിഴ്നാട് ആ ഒരു കോസ്റ്റ് ലൈനൊക്കെ രീതി സ്ഥലങ്ങളിൽ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞ വെച്ചാൽ ലക്ഷ്യം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തോറിയം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ആക്ച്വലി ഫെർട്ടൈൽ മെറ്റീരിയലാണ്. ഓക്കെ, അത് ഫിസൈൽ മെറ്റീരിയലിലേക്ക് മാറ്റിയാൽ മാത്രമാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ വരുമ്പോൾ ഈ റിയാക്ടേഴ്സുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ആ രീതിയിലൊരു കൺസേൺ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മളെന്താ ഈ ഒരു രീതിയിൽ 3 സ്റ്റേജ് പ്രോഗ്രാമായിട്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് എന്താ, ദ ഫൗണ്ടേഷൻ റിസോഴ്സസ് പ്രിൻസിപ്പിൾസ് എന്താ 25% വേൾഡ് തോറിയം റിസർവുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇത് നമുക്കൊരു ഇതായി മാറുന്നുണ്ട്. പക്ഷേ എന്താ തോറിയം ഫെർട്ടൈലാണ്, ഫിസൈലായിട്ട് ആ ഒരു യുറേനിയം 233 മറ്റിൻ്റെ ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ 3 സ്റ്റേജ് നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങൾ. ഫസ്റ്റ് സ്റ്റേജ് എന്താ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നാച്ചുറൽ യുറേനിയം എന്താ ജനറേറ്റ് പവർ ആൻഡ് പ്രൊഡ്യൂസ് ഫിസൈൽ പ്ലൂട്ടോണിയം 239. ഓക്കെ, നാച്ചുറൽ യുറേനിയം അത് പവർ ജനറേറ്റ് ചെയ്യേണ്ടത് ഇവിടെ വാട്ടറാണ് മോട്ടറേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് എന്നിട്ട് പ്ലൂട്ടോണിയം 239 ആയി മാറ്റുണ്ടാവും. ഓക്കെ, Pu-239. ഓക്കെ, ആക്ച്വലി ബൈ പ്രൊഡക്റ്റ് ആവും. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി എന്താ ഈ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സ്റ്റേജ് 1 കിട്ടിയിട്ടുള്ള Pu-239 എന്താ ഇവിടത്തേക്ക് നമ്മുടെ സ്റ്റേജ് 2ലേക്ക് യൂസ് ചെയ്യണ്ടാവും. ഓക്കെ, അവിടെ എന്താ വരുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഓക്കെ, ഇത് വെച്ചാൽ ഇവിടെ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ റിയാക്ടർ ചെയ്യുന്നു. ഇവിടെ പക്ഷേ എന്താ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വരുമ്പോഴെന്താ ആക്ച്വലി നമ്മൾ ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലാതെ കൂടാതെ എന്താ ഈ ഒരുപാട് ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. ബ്രീഡിങ് വെച്ചാൽ യുറേനിയം നമ്മൾ ഇൻവെൻട്രി ആയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതവിടെ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, ഇവിടെ എന്താ വരുന്നത് യൂസസ് Pu-239 ടു ജനറേറ്റ് പവർ ആൻഡ് ബ്രീഡ് മോർ ഫ്യൂവൽ. ഓക്കെ, ബൈ കൺവേർട്ടിങ് തോറിയം ഇൻ ടു യുറേനിയം 233. ഓക്കെ, അപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ തോറിയം ഇറാഡിയേറ്റ് ചെയ്യാനും ആ രീതിയിലേക്ക് ആ ഒരു ഇൻവെൻട്രി ആക്കി മാറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ സ്റ്റേജ് 3 ആണ്. അവിടെയാണ് അഡ്വാൻസ് റിയാക്ടേഴ്സ് വരുന്നത്. ആക്ച്വലി അവിടെ എന്താ വരുന്നത് വിൽ യൂട്ടിലൈസ് U-233 ഫ്രം സ്റ്റേജ് 2 ഇൻ അഡ്വാൻസ് റിയാക്ടേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ലോങ് ടൈം പവർ സപ്ലൈ. ആ രീതിയിലേക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ ഫെർട്ടൈൽ വെസൽ പറയുന്നുണ്ട്. എന്താ തോറിയം 232 എന്ന് വെച്ചാൽ ഫെർട്ടൈൽ മെറ്റീരിയലാണ്. ഇപ്പോഴെന്താ അബ്സോർബ് ന്യൂട്രോൺ ആണ്. അത് പിന്നീട് കൺവേർട്ട് യുറേനിയം 233 ആക്കി മാറ്റിയാൽ മാത്രം നമുക്ക് ഫിസൈൽ ആയിട്ടുള്ള യൂസബിൾ ഫ്യൂൽ ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എങ്കിലും മാത്രമേ നമുക്ക് ഈ ഒരു തോറിയത്തിന് അഡ്വാൻറ്റേജ് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഇത്രയും സ്റ്റോറേജ് ഉണ്ടായിട്ട് കൂടെ ആ ഒരു എനർജീനെ അതൊരു ഓട്ടോണമിയോ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ മുമ്പോട്ട് പോകേണ്ടി വരും. ഓക്കെ, ആ ഒരു കണ്ടസ്റ്റിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ എന്താ പറയുന്നത് സ്റ്റേജ് 1 നമ്മൾ പറഞ്ഞു PSWR പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഫ്യൂവൽ എന്താ നാച്ചുറൽ യുറേനിയം വരുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ ബൈ പ്രൊഡക്റ്റ് Pu-239 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ ഇത് സ്റ്റേജ് 2ലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് സ്റ്റേജ് 1 എന്ന്. അതവിടെ നമ്മൾ കാണിച്ച ആ ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം. ഓക്കെ, പിന്നെ എന്താ വരുന്നത് സ്റ്റേജ് 2 വരുമ്പോൾ ആക്ച്വലി PFBR വെച്ചാൽ ഈ ഫാസ്റ്റ് ബ്രീഡിങ് റിയാക്ടർ വരുന്നത്. ഓക്കെ, ഈ PFBR ആക്ച്വലി നമ്മൾ ഇവിടെ കൽപ്പാക്കം വരുന്ന PFBR റിയാക്ടർ വരുന്നത്. ഓക്കെ, അവിടെ എന്താ ഫ്യൂവൽ Pu-239 ടു U-238 എന്താ ബ്രീഡ്സ് മോർ Pu-239 ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ആക്ച്വലി വെച്ചാൽ ഇറാഡിയേറ്റ്സ് തോറിയം ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പ്രൊഡ്യൂസേഴ്സ് U-233 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ
ബിൽഡ്സ് ഇൻവെന്ററി ഫോർ സ്റ്റേജ് 3. ഓക്കെ, വെച്ചാൽ സ്റ്റേജ് 3ക്ക് വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങളും സ്റ്റേജ് 2 നമ്മൾ സെറ്റപ്പ് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് സ്റ്റേജ് 3 വരുമ്പോഴെന്നാ അഡ്വാൻസ്ഡ് റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന വെച്ചാൽ അഡ്വാൻസ് റിയാക്ടേഴ്സ് നമ്മൾ ഫ്യൂവലായിട്ട് എന്താ തോറിയം യൂസ് ചെയ്യുന്നുണ്ടാവും, PU-239 യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സ്റ്റാർട്ട് റേറ്റ്. ഓക്കെ, അത് വരുമ്പോഴേ ആക്ച്വലി നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്ന U-233 യുറേനിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ മെറ്റീരിയൽ. പിന്നെ എന്താ ഒപ്പം തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പവർ ജനറേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ സസ്റ്റൈനബിൾ യുറേനിയം ഈ തോറിയം ബെറ്റർ ആയി യൂസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ബെറ്റർ എക്യുപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ഒരു എന്താ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാം തന്നെ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻസ് കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്ന വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത് HALEU തോറിയം ഫ്യൂവൽ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ തോറിയം പ്ലസ് ഹൈ SA ലോ എൻറിച്ച്ഡ് യുറേനിയം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ 520% രീതിയിൽ യുറേനിയം 235 രീതിയിലേക്ക് ഇതായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, അത് യൂസ് ചെയ്യുമ്പോൾ ഇഷ്ടം വെച്ചാൽ നമുക്ക് സ്റ്റേജ് 3 വരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ മുമ്പുള്ള ഒരു പ്രഷറൈസ് ഉണ്ടല്ലോ സ്റ്റേജ് 1 PHW വരെ തന്നെ അവിടെ തന്നെ ഈ ഒരു HALEU തോറിയം ഫ്യൂവൽ യൂസ് ചെയ്തുകൊണ്ട് തോറിയം അതിൻ്റെ ഒപ്പം HALEU ഫ്യൂവലും കൂടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസബിൾ ആയിട്ട് മാറുന്നുണ്ട്. അവിടെ പറഞ്ഞത് യൂസബിൾ ഇൻ PHWRs ആൻഡ് അഡ്വാൻസ്ഡ് റിയാക്ടേഴ്സ്. ഓക്കെ, ഇപ്പോഴെന്താ ഹയർ ബേണപ്പ് ആണ്, ലെസ് വേസ്റ്റ് ആണ്, സേഫറാണ്. നമുക്ക് തോറിയത്തിന് അവിടെ യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ തോറിയം അവിടെ മാത്രമേ എന്താ പറയുക ഫസ്റ്റ് പറഞ്ഞ സ്റ്റേജ് 3 കാത്തിക്കാതെ തന്നെ എല്ലാവരെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഓപ്ഷനായിട്ട് HALEU വരുമ്പോഴുള്ള കാര്യത്തിനകത്തും അത് മാറുന്നുണ്ട്. പിന്നെന്താ വരുന്നത് അഡ്വാൻസ് ഡിസൈനുകളാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ASWRs, തോറിയം മോൾട്ടൺ സാൾട്ട് റിയാക്ടേഴ്സ്, TMSR, സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്. ഓക്കെ, ഇതൊക്കെ രീതിയിലാണ് ഇതിനകത്ത് ഈ സ്റ്റേജ് 3 വരുമ്പോൾ അഡ്വാൻസ് ഡിസൈൻസുകളിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, എന്താ വരുന്ന ആക്ഷൻ വെച്ചാൽ നമുക്ക് സോറിയം ആസ് ന്യൂക്ലിയർ ഫ്യൂവൽ ക്യാൻ ഹെൽപ്പ് ഇന്ത്യ മീറ്റ് ഇറ്റ്സ് ലോങ് ടേം എനർജി നീഡ്സ്. ഓക്കെ, ആ രീതി നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഈ ഒരു രീതിയിൽ തോറിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാലായിരിക്കും ആ ഒരു ലോങ് ടേം എനർജി സസ്റ്റെയിൻ ചെയ്യാനും അവിടെ മുമ്പോട്ട് പോകാനും സ്ട്രാറ്റജിക് ഓട്ടോണമി പോലുള്ള കാര്യങ്ങളിൽ നിലനിൽക്കാനും എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ ടാർഗറ്റും പറഞ്ഞിട്ട് എന്താ അതായത് വെച്ചാൽ 100 GW ഇലക്ട്രിസിറ്റി ന്യൂക്ലിയർ എനർജി മിഷൻ ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെന്റ് ഈസ് ടു ബി റിയലൈസ്ഡ് ബൈ 2047. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും ഇപ്പോഴും സാധിക്കുന്നുണ്ടാവുക. ഓക്കെ, ആ രീതി കാര്യം മനസ്സിലാക്കി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എക്സ്പ്ലെയിൻ വെച്ചാൽ GS2 പൊളിറ്റി ഗവേണൻസ് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത് SC says nothing wrong in caste count. ഓക്കെ, റിജക്ട്സ് plea against move. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ വെച്ചാൽ സുപ്രീം കോർട്ട് എന്താ അപ്ഹെൽഡ് ഗവൺമെന്റ് ഡിസിഷൻ ടു ഇൻക്ലൂഡ് കാസ്റ്റ് എന്യൂമറേഷൻ ഇൻ സെൻസസ് 2027. ഗവൺമെന്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു 2027 സെൻസസുകളിൽ കാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അത് ആക്ച്വലി സുപ്രീം കോർട്ട് അപ്ഹെൽഡ് ചെയ്യുക ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫുൾ കാസ്റ്റ് സെൻസസ് മുമ്പ് എടുത്തുള്ള വെച്ചാൽ എപ്പോഴാണ് 1931. ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ എന്താ The last comprehensive nationwide caste census was conducted in colonial India in 1931. ആ രീതിയിൽ അന്ന് ചെയ്തതിനു ശേഷം പിന്നീട് ഇപ്പോഴാണ് 27 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കാസ്റ്റ് സെൻസസ് ഫുള്ളായിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് എടുത്ത ഡിസിഷനെ സുപ്രീം കോർട്ട് അപ്ഹെൽഡ് ചെയ്തു. ഓക്കെ, ഇവിടെ എന്താ പറയുക വെച്ചാൽ സൂര്യകാന്ത് പറയുകയാണ് ചീഫ് എന്താ ഗവൺമെന്റ് മസ്റ്റ് നോ ഹൗ മെനി ആർ ബാക്ക്വേർഡ് ആൻഡ് നീഡ് വെൽഫെയർ. ഓക്കെ, കാര്യം വെച്ചാൽ ഇറ്റ്സ് എ കാസ്റ്റ് കൗണ്ട് ഇസ് എ പോളിസി മാറ്റർ നോട്ട് ഫോർ ജുഡീഷ്യൽ ഇൻ്റർഫിയറൻസ്. ഓക്കെ, ഈ എത്ര കാസ്റ്റ് ആൾക്കാർ നിലനിൽക്കുന്നുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടോട് അപ്ഹെൽഡ് ചെയ്യാൻ നിൽക്കുക ചെയ്തത്. ഓക്കെ, വെച്ചാൽ പിന്നെ ജുഡീഷ്യൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് സുപ്രീം കോർട്ട് ഒരു പൊസിഷൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു രീതിയിലേക്ക് ഈ ബാക്ക്വേർഡിൻ്റെ ആൾക്കാർ എത്ര പേരുണ്ട്, കാസ്റ്റിൻ്റെ എത്ര പേരുണ്ട്, ആ ഡിവിഷനെ അറിയുന്നത് ആക്ച്വലി പോപ്പുലേഷൻ ഒരു സ്ട്രക്ചർ അറിയുന്നത് ആക്ച്വലി വെച്ചാൽ പോളിസി മാറ്ററായിട്ട് ഒരുപാട് രീതിയിൽ നോക്കുമ്പോൾ ബെറ്റർ പോളിസി ക്രിയേറ്റ് ചെയ്യാനും വെൽഫെയർ സ്കീം ക്രിയേറ്റ് ചെയ്യാൻ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ സുപ്രീം കോർട്ട് ഒരു പൊസിഷൻ എടുക്കാൻ കാരണം. ഇവിടെ പറഞ്ഞ വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ആക്ച്വലി പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ സെൻസസ് ഓൺലി എന്യൂമറേറ്റ് SC STs മാത്രമാണ് ആക്ച്വലി നമ്മൾ 2011 വരെയുള്ള സമയങ്ങളിലാണെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ OBC എന്യൂമറേഷൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫുള്ളി കാസ്റ്റ് സെൻസസുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ഈ പ്രാവശ്യം വരുമ്പോൾ ഈ സെൻസസുകളിലേക്ക് വരുമ്പോൾ ഫുള്ളി കാസ്റ്റിൻ്റെ രീതിയിലേക്ക് എന്യൂമറേഷൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഈ സെൻസസിൻ്റെ പ്രോസസ് പറയുന്നത് എന്താ 2 ഫേസുകളാണ് സെൻസസ് നടക്കുന്നത്. ഒന്ന് വെച്ചാൽ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്, പിന്നെ പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ആയിട്ട് ആ രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ടാവും. അപ്പം കാസ്റ്റ് ഡാറ്റ ഉള്ളത് 2027 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെന്താ കാര്യം വെച്ചാൽ അക്യുറേറ്റ് കാസ്റ്റ് ഡാറ്റ എടുക്കാൻ എന്താ ബെറ്റർ വെൽഫെയർ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെന്താ എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെന്താ
മെഷറിങ് ബാക്ക്വേർഡ്നെസ് മെഷർ ചെയ്യാനും കാര്യങ്ങൾക്കും രീതിയിലേക്കും ഇത് ഹെൽപ്പ് ചെയ്യാനുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നോക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ചലഞ്ചുകൾ എന്താ, റിസ്ക് ഓഫ് പൊളിറ്റിസൈസേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാരാണെങ്കിൽ ഇപ്പം ഒരു ഇത്ര കാസ്റ്റ് ഉണ്ട്, അവരെ അക്യൂസ് ചെയ്തുകൊണ്ടുള്ള പോളിസി ഇറക്കുക, ആ രീതിയിലൊക്കെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് രീതിയിലേക്ക് ഇത് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടുകൂടിയാണ് ആക്ച്വലി ഈ സുപ്രീം കോടതിയിലേക്ക് എന്താ ഈ പ്ലീ വരാൻ കാരണം. ഓക്കെ, പക്ഷേ സുപ്രീം കോർട്ട് ആക്ച്വലി ഇവിടെ എന്താ ഇത് ആക്ച്വലി എന്താ ക്യാബിനറ്റിന്റെ കമ്മിറ്റിയുടെ ഒരു ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ എന്താ ആ രീതിയിൽ തന്നെ അപ്ഹെൽഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലേക്കാണ് സുപ്രീം കോർട്ട് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി നമുക്ക് ഇതിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്താ പറഞ്ഞേ, പക്ഷെ എഡിറ്റോറിയൽ പറഞ്ഞു. ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താ യൂറോപ്പിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ സംസാരിച്ചു. ഡൽഹിന്റെ നമ്മളൊരു ഇന്ത്യയുടെ ഫോറിൻ പോളിസിന്റെ കാര്യം വരുമ്പോൾ ഒരുപാട് രീതിയിലേക്ക് അഡ്വാൻസ് ടെക്നോളജി, എനർജി, ഗ്രീൻ എനർജി ഇതൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ ക്യാപിറ്റൽ നോക്കുമ്പോഴാണെങ്കിലും ഡിഫൻസ് നോക്കുമ്പോഴാണെങ്കിലും ഇത് രീതിയിലുള്ള കണക്ഷൻസ് ബെറ്റർ ആയിട്ട് ഇന്ത്യക്കും യൂറോപ്പിനും നല്ലതാണ്. ഓക്കെ, പക്ഷേ എന്താ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ യൂറോപ്പിന് ഇമ്പോർട്ടൻസ് വളരെ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെൽക്കമിങ് ഉള്ള ഇതാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ ഇത്രയും ഇമ്പോർട്ടൻസ് യൂറോപ്പിന് കൊടുക്കുന്ന രീതിയിലാണ് അവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഡ്രോണിന്റെ കാര്യം പറഞ്ഞു, ഡ്രോണിന്റെ ഹൈപ്പ് കാര്യങ്ങളും. പക്ഷെ സ്റ്റിൽ എന്താ ആ ഒരു പല എഫേർട്ടുകൾ കൗണ്ടർ ഡ്രോൺ ചെയ്യാനുള്ള എന്താ ആ ഒരു സ്ട്രാറ്റജിക്ക് ഒരു സംസാരിച്ചു. നമ്മളെന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ വെച്ചാൽ ഓരോ റിമാർക്കുകളും ഹിസ്റ്ററി ലിമിറ്റുകൾ എന്തൊക്കെയാണെന്ന് സംസാരിച്ചു. അവിടെ എങ്ങനെയാണ് ഇപ്പം റീസെൻ്റ്ലി പല ജസ്റ്റിസുകളും പല എക്സാമ്പിൾസുകളും സംസാരിച്ചു. ഓക്കെ, പിന്നെ അവിടെ എങ്ങനെ രീതിയിലേക്ക് റെസ്ട്രിക്റ്റ് കൊണ്ടുവരണം, ഓർഡർ മാർക്സിന് വേണ്ടി കൊണ്ടുവരണം. പക്ഷെ സ്റ്റിൽ എന്താ ആ ഒരു ജുഡീഷ്യൽ ആ ഒരു എത്തിക്സ് ഉണ്ട്, ആ രീതിയിൽ കാർഡിയോസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ആ രീതിയിലൊക്കെ ഫോളോ ചെയ്ത് മുമ്പോട്ട് കൊണ്ട് ഇതിലേക്ക് നമ്മൾ പറഞ്ഞു വെച്ചത്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, തോറിയത്തിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു. കാര്യം ന്യൂക്ലിയർ ഫ്യൂവലിൽ നമ്മൾ ലോങ് ടൈം എനർജി നീഡ്സിലേക്ക് നോക്കുകയാണെങ്കിൽ യുറേനിയം പുറമെ തോറിയം ബെറ്ററാക്കി മുമ്പോട്ട് പോയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളെന്താ പറഞ്ഞ വെച്ചാൽ SC സേസ് നത്തിങ് റോങ് ഇൻ കാസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ 2027 സെൻസസ് വരുമ്പോൾ കാസ്റ്റിന്റെ കണക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് വെച്ചാൽ സുപ്രീം കോർട്ട് ആക്ച്വലി ഗവൺമെന്റ് ആ ഒരു ഡിസിഷൻ അപ്ഗ്രേഡ് ചെയ്ത് അത് കുഴപ്പമില്ല. ഓക്കെ, ആ രീതിയിലേക്ക് തന്നെ ജുഡീഷ്യൽ ഇന്റർഫിയറൻസ് നടത്തിയിട്ടില്ല. ഓക്കെ, ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയത്. ഓക്കെ, നമുക്ക് ഒരു ഇതൊക്കെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ അടുത്ത ദിവസം അടുത്തൊരു ആർട്ടിക്കിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റത്തെ 2 ദിവസം വെച്ചാൽ ഇനിയുള്ള 2 ദിവസങ്ങളിൽ എന്തായാലും ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഈ ഒരു ID സെഷൻ ഉണ്ടാവില്ല ആക്ച്വലി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വെച്ചാൽ 25-ാം തീയതി തിങ്കളാഴ്ച നമുക്ക് ഈ ഒരു സെഷനിൽ മുമ്പോട്ട് പോകും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.